ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മഴക്കാലമൊക്കെ ഇപ്പോൾ തുടങ്ങിയല്ലോ. നമുക്ക് കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ നന്നായിട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 4 വെറൈറ്റി കലാത്തിയ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിക്കാം. പിന്നെ സാൻസവേരിയ വെറൈറ്റികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒത്തിരി പേര് കാണുന്നവരുണ്ടേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ പ്ലാന്റ്സുകൾ വിടുന്നത് പോട്ടില്ലാതെ ആയിരിക്കും കേട്ടോ. ചില പ്ലാന്റ്സുകൾ നമുക്ക് പോട്ടോട് കൂടിയാണ് വിടുന്നത്. ഹവോത്തിയ വെറൈറ്റികളൊക്കെ നമ്മൾ പോട്ട് സഹിതമാണ് വിടുന്നത്. അത് ഞാൻ എടുത്ത് പറയാം കേട്ടോ. ബാക്കി എല്ലാത്തിനും പോട്ട് ഉണ്ടായിരിക്കില്ല കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർക്ക് സംശയമാണ് പോട്ടുണ്ടോ ഇല്ലയോ. അത് പ്രത്യേകം എല്ലാവരും എടുത്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ആദ്യം തന്നെ പറയുന്നത്. പിന്നെ പ്രൊഫഷണൽ DTDC പോസ്റ്റൽ വഴിയും നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ മൺഡേ ടു തേഴ്സ്ഡേ ആണ് പ്ലാന്റ്സുകൾ അയക്കുക. നമ്മൾ ഇപ്പോൾ ഈ ആഴ്ച കൊടുക്കുന്ന പ്ലാന്റ്സുകൾ മിക്കതും തന്നെ നമ്മൾ ഈ ആഴ്ച തന്നെ അയച്ചു തീർക്കും. 4 ദിവസത്തിനുള്ളിൽ അയച്ചു തീർക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു എമർജൻസി കേസുകളൊക്കെ വരുവാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് മെസ്സേജ് തരുകയും ചെയ്യും കേട്ടോ. പിന്നെ എന്താ പറയാനുള്ള, ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകളിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സാൻസവേരിയയിൽ നിന്ന് നമുക്ക് നമുക്ക് ക്രിപ്റ്റാന്തസ് കാണിക്കാം. ക്രിപ്റ്റാന്തസ് നമുക്ക് റൂബി റെഡ് സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ട്. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നു പോയായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഈ ക്രിപ്റ്റാന്തസിൻ്റെ ഒരു പ്രത്യേകത, അധികം വേരൊന്നുമില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. അത് പെട്ടെന്ന് തന്നെ പിടിച്ചു വന്നോളൂ കേട്ടോ. മണ്ണിലോ കൊക്കോപീറ്റിലോ എങ്ങനെ വേണമെങ്കിലും പ്ലാന്റ്സ് നടാം. ഇപ്പോൾ ചില പ്ലാന്റ്സുകൾ കൊക്കോപീറ്റിലാണ് വന്നേനെ, ചിലത് മണ്ണിലാണ് വന്നേനെ. ഞാൻ എടുത്ത് പറയാം കേട്ടോ. ഈ പ്ലാന്റ് റൂബി റെഡ് വന്നേക്കുന്നത് കൊക്കോപീറ്റിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും വേര് വിട്ട് പോയിന്ന് ഓർത്തോട്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ തന്നെ മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ ഇങ്ങനെ വന്നോളൂ കേട്ടോ. നല്ല രസം അത് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഇപ്പോഴത്തെ ക്രിപ്റ്റാന്തസ്. അതിൻ്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട്. ഇതും കൊക്കോപീറ്റിൽ തന്നെ പ്ലാന്റുകൾ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ട് മാറ്റിയിട്ട് കുറച്ച് കൊക്കോപീറ്റൊക്കെ മാറ്റി സേഫ് ആയിട്ടായിരിക്കും വിടുക കേട്ടോ. മണ്ണിൽ കൂടുതൽ നടന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൊക്കോപീറ്റ് ഉള്ളെങ്കിൽ അതും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിടിച്ച് കിട്ടിക്കോളും. പിന്നെ ഈ പ്ലാന്റ് വന്നേക്കുന്നത് മണ്ണിലാണ് വന്നേക്കുന്നത്. ഇതൊരു ബ്രൗണിഷ് കളറത്. അപ്പോൾ ഞാൻ ഇതിന് പേരിടുന്നത്, ഞാൻ കറക്റ്റ് നോക്കിയില്ല, ഇതിൻ്റെ പേരിടുന്ന ക്രിപ്റ്റാന്തസ് പിങ്ക് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കാറ്റലോഗിൽ കൊടുത്തേക്കുന്നത്. ഇത് കൊടുക്കുന്നത് ക്രിപ്റ്റാന്തസ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ കൊടുക്കുന്നത്. ഇത് കണ്ടോ ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ ഇതിന് എല്ലാത്തിനും 130 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തോളൂ. ഇങ്ങനെ 3 കേട്ടോ. ഓരോന്നിനുമാണ് വരുന്നത് കേട്ടോ. ഞാൻ 3 കൂടി ഒരുമിച്ച് ഇതേ കാണിക്കുന്നതാണ്. ഇത് കേട്ടോ. ഓരോന്ന് വേണ്ടവർ ഓരോന്ന് പറഞ്ഞോളൂ. എല്ലാ പ്ലാന്റ്സുകളും കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി കാറ്റലോഗ് മാത്രം എടുത്ത് നോക്കുന്ന ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് വീഡിയോയും കൂടെ ഒന്ന് കണ്ടോളൂ കേട്ടോ. അതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് പിന്നെ പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ കാറ്റലോഗിൽ ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ അടുത്തും അകലെയൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് ചെടികളുടെ സൈസ് ചിലപ്പോൾ ചിലവർക്ക് മനസ്സിലാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയും കൂടെ റെഫറൻസിന് വേണ്ടിയിട്ടൊന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ക്രിപ്റ്റാന്തസ് കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഹവോത്തിയ വെറൈറ്റി ഇത് പറഞ്ഞ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ. നമ്മൾ ഒരെണ്ണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ വന്നതിൽ എല്ലാത്തിലും തന്നെ മിക്കതിലും തന്നെ 2 എണ്ണം വീതമാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ പോട്ട് സഹിതമായിരിക്കും കേട്ടോ വിടുന്നത്. പിന്നെ പെഡിലാന്തസ് ഇത് നമുക്ക് വേരിഗേറ്റഡ് വെറൈറ്റി പെഡിലാന്തസ് ബാക്ക് ബോൺ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഒരു പോട്ടിൽ നാന വേരിഗേറ്റഡ്. ഇത് ഒരു പോട്ടിൽ 5 എണ്ണം ആയിരിക്കും കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഇത് കാണിച്ചു പോവാം. ഒരു പുതിയ വെറൈറ്റി നമുക്ക് സാൻസവേരിയ വന്നിട്ടുണ്ട്. ഈ സാൻസവേരിയയുടെ പേര് സാൻസവേരിയ സിൽവർ സ്പിയേഴ്സ് എന്നാണ് കേട്ടോ പേര് വരുന്നത്. ഇത് ആദ്യമായിട്ട് വരുന്നതാണ് നമുക്ക്. ഇങ്ങനെയായിട്ട് വരുന്നത്. ഇത് കുറച്ച് ഒരു കട്ടിയുള്ള ലീഫാണ്. മറ്റുള്ള സാൻസവേരിയനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കട്ടിയുള്ള ലീഫാണ്. ഒരു പ്രത്യേകത ഉണ്ട്, ഒരു സിൽവർ ടച്ചാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. ഇതാണ് ആദ്യമായിട്ട് വരുന്നതാണ് നമുക്ക് കേട്ടോ. ഒരു എന്താ കളർന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ സിൽവർ സ്പേസ് എന്നാണ് കേട്ടോ കാറ്റലോഗിൽ കൊടുത്തതിൻ്റെ പേര്. ഇത് ഹൈറ്റ് കളർ നമുക്ക് വരാറുണ്ട്. ഇത് റേറ്റ് ഇച്ചിരി കൂടിയ ഇതാണ് കേട്ടോ. 220 ആണ് റേറ്റ് വരുന്നത്. ഇത് നമുക്ക് റയർ ആയിട്ട് ഇനിയിപ്പോൾ കോമൺ ഒക്കെ ആകുമ്പോഴത്തേക്കും റേറ്റ് കുറയുമായിരിക്കും. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇതിന് റേറ്റ് പുതിയ ഇതാണല്ലോ, പുതിയ വെറൈറ്റികളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ റേറ്റ് അതാണ്. ഇത് 170 ആണ് റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ ഹൈ കളറാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ. പിന്നെ നമുക്ക് നേരത്തെയൊക്കെ നമ്മൾ കാണിക്കാറുള്ള സാൻസവേരിയകളൊക്കെ സ്റ്റോക്കിലുണ്ട്. നമുക്ക് ലില്ലിപ്പൂട്ട് സ്റ്റോക്ക് തീർന്നേക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക്
സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. മിക്കാഡോ നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇതിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. സിൽവർ മിക്കാഡോ സ്റ്റോക്കിലില്ല. പിന്നെ നമുക്ക് ഏതാ സിൽവർ പ്രിൻസസ് സ്റ്റോക്കിലുണ്ട്. പിന്നെ നമ്മുടെ സാൻസവേരിയ കോംബോ ഉണ്ടല്ലോ അതും സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ കാറ്റലോഗിൽ ഞാനത് കൊടുത്തേക്കാം. അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് കാറ്റലോഗ് നോക്കിക്കോളൂ കേട്ടോ. നമ്മളുടെ ഫേൺ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, മഴക്കാലത്ത് നമുക്ക് മരത്തുമ്മയൊക്കെ പിടിപ്പിച്ച് അങ്ങനെ പിടിപ്പിക്കാൻ പറ്റുന്ന ഫേണാണിത്. സ്റ്റാഗ് ഹോൺ ഫേൺ. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. ഈ പേര് നിങ്ങൾ കാറ്റലോഗിൽ ഒന്ന് നോക്കിക്കോളൂ. കറക്റ്റ് ഇതാണ് സ്പെല്ലിംഗ് നോക്കിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ എങ്ങനെയാണ് ഇത് പിടിപ്പിക്കുന്നതെന്നൊക്കെ അപ്പോൾ കാണാൻ പറ്റും. ഇംഗ്ലീഷ് വീഡിയോകളിലൊക്കെ ഒത്തിരി ഇങ്ങനെ മരത്തുമ്മയൊക്കെ പിടിപ്പിച്ച് നമ്മൾ നല്ല രസമായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ആ പ്രൊപ്പഗേഷൻ ഇതാണ് കേട്ടോ. ഈ ഇതുണ്ടല്ലോ, ഇത് ഈ ലീഫ് വഴിയാണ് ഇത് പ്ലാന്റ് ആയി വന്നേക്കുന്നത് കേട്ടോ. ഇതിലൊരു പൊടി പോലെ ഒരു ഇതും കൂടെ ഉണ്ട്. അത് കണ്ടോ, ഇവിടെ ഇലയമ ലീഫ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു എന്താ പറയുക, നല്ല രസമുള്ള അടിപൊളി പ്ലാന്റ് ആണ്. റേറ്റ് 350 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇത് അധികം സ്റ്റോക്കിലില്ല, കുറച്ച് മാത്രമേ സ്റ്റോക്കിലുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി കലാത്തിയ വെറൈറ്റികൾ കാണിച്ചു പോട്ടെ. കലാത്തിയ നമുക്ക് 4 വെറൈറ്റിയാണ് സ്റ്റോക്കിൽ വന്നേക്കുന്നത്. കലാത്തിയ ഞാൻ ഇങ്ങോട്ട് എടുത്തോട്ടെ കേട്ടോ. കലാത്തിയ ധോത്തി വന്നിട്ടുണ്ട് സ്റ്റോക്കിൽ കേട്ടോ. ഇത് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ഇത് അറിയണമെങ്കിൽ ഇത് നോക്കിയാൽ മതി. നല്ല ഭംഗിയുള്ള ഇതാണ് കണ്ടോ. നല്ല രസമാണ്. കറക്റ്റ് പാറ്റേൺ ഈ പ്ലാന്റിൽ കറക്റ്റായിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ചെറുതാണ്. അപ്പോൾ നമ്മൾ സൈസ് കാണിക്കുന്നത് ഇതായിരിക്കും കേട്ടോ. സൈസ് പറയുന്നത് ഇതാണ്. ഇതിപ്പോൾ 1, 2, 4, 5 എണ്ണമാണ് ഈ ഒരു സൈസിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഈ സൈസൊക്കെ കിട്ടുന്നവർക്ക് സങ്കടമാവില്ല. അതുകൊണ്ട് സൈസ് പറയുന്നതാണ്. ഒരു പോട്ടിൽ 4 ഷൂട്ട് മിനിമം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് നടണമെങ്കിൽ അങ്ങനെ നടാം. സെയിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. 4 ഷൂട്ട് എന്തായാലും ഞാൻ മിനിമം പറയുകയാണ് കേട്ടോ. ധോത്തിയിൽ ഇങ്ങനെ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഇത് ഇച്ചിരി ഒരു 2 ആഴ്ചയോടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സൈസിലേക്ക് വന്നോളൂ കേട്ടോ. പിന്നെ നമ്മളുടെ റാറ്റിൽ സ്നേക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല രസമുള്ള, ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണ്. ഒട്ടും കെയറിങ് ആവശ്യമില്ലാത്ത, നമുക്ക് മഴയത്തൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാലും പിടിച്ച് കിട്ടുന്ന പ്ലാന്റ് കേട്ടോ. ഇതിൽ നമുക്ക് ഷൂട്ട് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇത് മാതിരിയാണല്ലോ. കുറേ ഉണ്ട്. മാറ്റിയൊക്കെ നടന്നവർക്ക് അങ്ങനെ നടാം. പിന്നെ നമുക്ക് ഇത് നമ്മുടെ ബ്യൂട്ടി സ്റ്റാർ എന്നും പറയും, ഓർണാറ്റ സ്ട്രൈപ്പ് എന്നും പറയും കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. ഇതും മിനിമം ഒരു 4 ഇത് ഷൂട്ട് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ നല്ല രസമല്ലേ കാണാനായിട്ട്, നല്ല രസമാണ്. അടുത്തത് വിറ്റാറ്റ കേട്ടോ. ഇങ്ങനെ 4 വാങ്ങിക്കാൻ പറ്റുന്നത് വാങ്ങിച്ചോളൂ. 350 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞതോടുകൂടി റേറ്റ് കൂടിയേക്കുവാണ് പ്ലാന്റ്സിൻ്റെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ സീസണിൽ ഇതിൻ്റെ റേറ്റ് വരുന്നതിൻ്റെ 350 ആണ് വന്നേക്കുന്നത് കേട്ടോ. ഞാനിതങ്ങോട്ട് മാറ്റിക്കോട്ടെ കേട്ടോ, എന്നാലും ഇവിടെ സ്പേസ് വരുള്ളൂ. പിന്നെ അടുത്തത് നമുക്ക് കാണാനുള്ളത്, നമുക്ക് ഇത് കാണിച്ചു പോയാലോ, നമ്മളുടെ പോത്തോസ് വെറൈറ്റികൾ കാണിക്കാം. പോത്തോസ് ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. ഇത് നമുക്ക് ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നന്നായിട്ട് വേരൊക്കെ ഉള്ള അടിപൊളി പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇത്രയും നല്ല പ്ലാന്റുകളായതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് ഒത്തിരി ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തായിരുന്നു. ഈ ആഴ്ചയിൽ വന്നേക്കുന്നത് ചെറിയ പ്ലാന്റുകളായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. ഇത് നല്ല പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗത്തിൽ എടുത്തോളൂ. 4, 5 ഒക്കെ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തവരുണ്ട്. നല്ല രസമുള്ള പ്ലാന്റുകൾ. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വേഗം താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ എടുത്തോളൂ കേട്ടോ. ഇത് നമ്മളുടെ മാർബിൾ പോത്തോസ്. ഇത് കുറച്ച് മാത്രമേ സ്റ്റോക്കിലുള്ളൂ. താല്പര്യമുള്ളൂ വേഗം മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇത് പിന്നെ അതിൻ്റെ കുറച്ചും കൂടെ ചെറിയ സൈസിലാണ് നിയോൺ പോത്തോസ് വന്നേക്കണേ. ഇതും നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. ഈ ചെറിയ പോട്ടിലാണെങ്കിലും സൈസ് വലിയ ഇതിൻ്റെ അത്രയും സൈസ് ഉണ്ട്. പിന്നെ അതിലും ചെറിയ സൈസിലുള്ള റേറ്റ് കുറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, അങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വളർത്തണം എന്നൊക്കെ ആഗ്രഹം പറയൂലേ, അങ്ങനെയുള്ളവർക്ക് ഉള്ള പ്ലാന്റുകളാണ് ഇത്. എനിക്ക് തോന്നുന്നു 100ൽ താഴെയാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു സൈസേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് വേരൊക്കെ നന്നായിട്ടൊക്കെ ആയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ.
നിങ്ങൾക്കിത് എടുത്തിട്ട് വെള്ളത്തിലേക്ക് വെക്കാം, അല്ലെങ്കിൽ മണ്ണിലേക്കൊക്കെ മാറ്റി നടാം കേട്ടോ. അതിൻ്റെ തന്നെ നമുക്ക് ഗോൾഡൻ മണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ, അതും സ്റ്റോക്കിൽ ആ ഒരു സൈസിലേക്കുള്ള പോട്ടിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ തീരെ റേറ്റ് കുറവായിരിക്കും കേട്ടോ. നന്നായിട്ട് വേരൊക്കെ പിടിച്ച അങ്ങനെയുള്ള പ്ലാന്റുകളാണ്. എന്താ 80 രൂപ. 80 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ ഓരോന്നിന്. ഇതിന് 80 രൂപ, ഇതിന് 80 രൂപ. ഞാനിങ്ങനെ പറയുമ്പോഴേ കോംബോയാണ് റേറ്റ് എന്ന് വിചാരിക്കുക, അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. 80 രൂപ മാത്രമാണ് ഓരോന്നിന് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് പീസ് ലില്ലി ഇപ്പം നമുക്ക് സ്റ്റോക്കിലുണ്ട്. വേഗത്തിൽ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. കുറച്ച് മാത്രമേ സ്റ്റോക്കിൽ ഉള്ളൂ. ഇത് 2 പൂ ഉറപ്പ് ഞാൻ പറയില്ല കേട്ടോ. സൈസ് ഇതൊക്കെ തന്നെയായിരിക്കും, ഇത്രയൊക്കെ സൈസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു പൂവ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 പൂവ് കേട്ടോ. എന്തായാലും പൂവ് ഉണ്ടാവും കേട്ടോ, ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ നമുക്ക് നമ്മളുടെ അഗ്ലോണിമ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള ഒരു പോട്ടിൽ 2 എണ്ണം 420 ആണ് റേറ്റ് വരുന്നത്. ഇത് നമുക്ക് നല്ല രസമായിട്ട് ഒക്കെ നടാൻ പറ്റുന്ന, 2 ആക്കിയൊക്കെ നടാൻ പറ്റുന്ന അങ്ങനെയുള്ള പ്ലാന്റുകളാണ്. പിന്നെ നമുക്ക് സൂപ്പർ വൈറ്റ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. ഈ ഒരു സൈസിൽ ഇതിൽ കളറിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. ചിലതിൽ പച്ചച്ചിരയോടും കൂടി കൂടുതൽ വന്നിട്ടുണ്ടാവും. ഇതറിയാലോ, ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ആണ്. അപ്പോൾ അടിയിലുള്ള ഇതിനൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കറക്റ്റ് കളറൊന്നും ടിഷ്യൂ കൾച്ചർ പ്ലാന്റിൻ്റെ ആദ്യത്തെ ഇലകൾക്ക് വരില്ല. അതിനുശേഷം പ്ലാന്റ് ഒന്ന് വലുതാകുന്നതോടുകൂടിയാണ് കറക്റ്റ് ആ കളറിലേക്ക് വരുന്നത് കേട്ടോ. ഇങ്ങനെ വൈറ്റ്. ഇനി അടുത്തടുത്ത ഇലകൾ വരുമ്പോഴത്തേക്കും പ്യുവർ വൈറ്റ് ആയിട്ട് മാറും കേട്ടോ. അതുകൊണ്ടാണ് സൂപ്പർ വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റ് കാണിച്ചത്. ഇതിൻ്റെ ഇത് കണ്ടോ, പ്ലാന്റ് ഇതിനേക്കാളും വലുതാണ് കണ്ടോ. ഇതിനേക്കാളും വലുതൊക്കെയാണ്, പക്ഷേ ആ പച്ച കളറ് കയറി അത് ശരിക്കും കൊണ്ട് വൈറ്റിലേക്ക് വന്നിട്ടില്ല. ഇത് കണ്ടോ, ഇതാണ് ലാസ്റ്റ് വന്നതല്ല. അതിലേക്ക് കുറച്ചും കൂടെ വൈറ്റ് ഉണ്ട്. ഇനി വരുന്നതിലേക്ക്, ഇനി ഇപ്പോൾ കൂമ്പ് വരുന്നതിലേക്ക് കുറച്ചും കൂടെ കൂടുതൽ വൈറ്റ് ആയിരിക്കും. അങ്ങനെ മാറിയാ വരുന്നത്. അപ്പം കറക്റ്റ് വൈറ്റിലേക്ക് വന്നിട്ടില്ല, പക്ഷെ ഉടനെ തന്നെ വന്നോളൂ കേട്ടോ. റേറ്റും കുറവാണ്, 180 മാത്രമേ റേറ്റ് ഉള്ളൂ. താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്ത്, ഈ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ വേഗത്തിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സുകൾ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് CC ഗ്രീനും CC ദ്വാർഫും ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് CC ഗ്രീൻ വരുന്നത് ഈ ഒരു സൈസിൽ. CC ഗ്രീൻ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പുതിയ സ്റ്റോക്കിൽ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ പുതിയ ലോട്ട് വന്നതിനൊക്കെ റേറ്റ് വ്യത്യാസം വന്നേക്കുവാണ്. ഇതിനും കുറച്ച് റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ സ്റ്റോക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സൈസിലാണ് വന്നതാണ്. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ. പക്ഷെ ഇത്രയും നല്ല പ്ലാന്റുകളാണല്ലോ, നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒന്ന് കാറ്റലോഗ് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇത് നമ്മളുടെ പെഡിലാന്തസ് 2 വെറൈറ്റി സ്റ്റോക്കിലുണ്ട്. മറ്റേ വെറൈറ്റി നമ്മൾ എടുത്തില്ലായിരുന്നു കേട്ടോ. 2 വെറൈറ്റി സ്റ്റോക്കിലുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചത്. അത് രണ്ടും ഇപ്പോൾ പുതിയതും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ സിൽവർ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. നല്ല രസമുള്ള പ്ലാന്റ്. പിന്നെ നമുക്ക് കേളി വേരിഗേറ്റഡ് ഉണ്ടല്ലോ, അതും നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ കാറ്റലോഗ് നോക്കിക്കോളൂ. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത്. കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ. നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒത്തിരി പേര് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കേ ഈ ഒരു പ്ലാന്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡ്രസീന ഗോൾഡൻ ഡ്രാഗൺ കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നാടൻ വെറൈറ്റി കുറേ ഉണ്ട്, പക്ഷെ ഇത് നാടനല്ല, ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സുകളാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അതിൻ്റെ വ്യത്യാസം കണ്ടോ, ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഇങ്ങനെയാണ്. ഇത് നമ്മളുടെ ബാംബു വെറൈറ്റി ആയിട്ടും പറയാറുണ്ട് ഇത്. അങ്ങനെ നല്ല രസമാണ്. ഇത് പ്രൊപ്പഗേഷൻ വന്നേക്കുന്നത് ഒയാസിസിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പതുക്കെ എടുത്ത് 2 or 3 പോട്ടിലേക്കൊക്കെ മാറ്റി നടാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ നടുന്നതായിരിക്കും നല്ലത്. പിന്നെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒയാസിസിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേര് പിടിച്ചോളൂ കേട്ടോ. ഇങ്ങനെ നല്ല രസമാണ്. 250 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ചിലതിൻ്റെയൊക്കെ റേറ്റ് ഓർമ്മയിലുണ്ട്, ചിലതിൻ്റെയൊക്കെ ഓർമ്മയിലില്ല. അപ്പോൾ കാറ്റലോഗ് നോക്കിയാൽ മതി കേട്ടോ റേറ്റിന് വേണ്ടിയിട്ട്. ഇത് കേട്ടോ നമ്മളുടെ കോമ്പാക്റ്റ് ഫൈക്കസ് വെറൈറ്റി ഇത് സ്റ്റോക്കിലുണ്ട്. അതിൻ്റെ കുറച്ചും കൂടെ വലിയ സൈസ് തിക്കായിട്ടുള്ള പോട്ട് സ്റ്റോക്കിലുണ്ട്. ഇത് 150 റേറ്റ് വരുന്നത്, അത് 250 റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് നോക്കിക്കോളൂ കേട്ടോ, റേറ്റ് നോക്കിക്കോളൂ. സൈസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കാറ്റലോഗ് മാത്രം നോക്കിയാൽ പോരാ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയും കൂടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കാറ്റലോഗിലുള്ള പ്ലാന്റ്സിൻ്റെ ആ സൈസും കൂടെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും.
പിന്നെ നമുക്ക് ഇക്സോറ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇക്സോറ നിങ്ങൾക്ക് 2 3 പോട്ടിലേക്കൊക്കെ മാറ്റി നടാൻ പാകത്തിനുള്ള ഇതാണ്. ഈ പോട്ടിൽ ഇതിപ്പോൾ 2 മാറ്റി നടാൻ പറ്റുള്ളൂ. 2 പ്ലാന്റുകളാണ് കേട്ടോ, വലിയ പ്ലാന്റുകൾ വന്നേക്കുന്നത്. ഇതിപ്പോൾ മഴക്കാലമാണല്ലോ, മഴക്കാലത്തിലൊക്കെ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ പെട്ടെന്ന് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ വേര് പിടിച്ചോളും. വേര് പിടിച്ചിട്ട് തന്നെ വന്നത്, എന്നാലും ആ ഒരു ക്ഷീണം ഉണ്ടാവില്ല നമ്മൾ മാറ്റിയൊക്കെ നടുമ്പോൾ. അതൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ആയിക്കോളൂ കേട്ടോ. ഉള്ളിൽ നമുക്ക് ചെറിയ കുഞ്ഞു പോട്ടുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് ഒരു ക്ഷീണം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി അടർത്തും വേണ്ട. ഞാൻ ആ പോട്ട് അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ആ പോട്ടേപ്പാട് തന്നെ വെച്ചാൽ മതി കേട്ടോ. പോട്ട് കട്ട് ചെയ്ത് കളയണ്ട, കാരണം അതിൻ്റെ ഇടയിൽ കൂടെ വേര് വന്നിട്ടുണ്ട്, ഓൾറെഡി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പോട്ട് ഇരിക്കുന്നത് കൊണ്ട് ഒരു ക്ഷീണം ഉണ്ടാവില്ല. പോട്ടി വന്നേക്കുന്നത് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ ഷേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ പോട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ആ പോട്ട് സഹിതം അങ്ങോട്ട് നട്ടാൽ മതി കേട്ടോ. ഇങ്ങനെയാണ് പ്ലാന്റുകൾ വന്നേ. എന്താ ഫ്ലവറിൽ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും കേട്ടോ. ചിലത് മുട്ടായിരിക്കും, ചിലത് എല്ലാത്തിലും ഫ്ലവർ ചിലപ്പോൾ ഉണ്ടായി വിരിഞ്ഞ് വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഫ്ലവറിൻ്റെ അതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പ്ലാന്റ്സുകളല്ലേ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. സൈസിൻ്റെ കാര്യത്തിലല്ല, ആ ഒരു ഇലയുടെ ഒക്കെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയാറില്ല എന്ന് ഞാൻ പറയാറില്ലേ. ചില പ്ലാന്റ്സിൽ ഇല കൂടുതലുണ്ടാവും, ചിലതിൽ ഇല കുറവുണ്ടാവും. അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പോൾ നമുക്ക് ഈ പീസ് ലില്ലിയുടെ ചിലർ ഇങ്ങനെ ചോദിക്കും എത്ര ഇല ഉണ്ടാവും എന്ന് ചോദിക്കും. ഇപ്പോൾ ഈ പീസ് ലില്ലിയുടെ കേസിൽ ഞാൻ എന്താ ഇലയുടെ കേസ് ഇത് പറയുന്നത്, നമുക്ക് എണ്ണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഡിഫറൻസുകൾ എന്തായാലും ചെറിയത് അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ഒക്കെ ഏകദേശം ഒരേ സൈസിലുള്ള പ്ലാന്റ്സുകൾ ഞാൻ നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇത് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഒരു ബാമ്പൂപ്പം സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. 8 അല്ലെങ്കിൽ 10 അതിൻ്റെ ഇടയിലുള്ള എണ്ണ ആയിരിക്കും കേട്ടോ. 10 എണ്ണമൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ 10, 12, 15 വരെയൊക്കെ ചിലതിലൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് പറയുന്നത് 8 to 10 കേട്ടോ എണ്ണ ഉണ്ടാവും. അത് ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് തന്നെ നല്ല തിക്കായിട്ട് തന്നെ പിടിച്ചു വന്നോളൂ കേട്ടോ. ഇത് നമ്മുടെ ട്രയാങ്കുലാരിസ് ഫൈക്കസ് ഇനി കുറച്ച് സ്റ്റോക്കിലേ ഉള്ളൂ കേട്ടോ. താല്പര്യമുള്ളൊരു വേഗത്തിൽ മേടിച്ചോളൂ. ഇത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പോട്ടടിയിലുണ്ട്, അത് മാറ്റി നടാവുന്നതാണ്. നല്ല രസമായിട്ട് പിടിച്ചു കിട്ടിക്കോളൂ കേട്ടോ. ഇത് ചിലവരൊക്കെ നിലത്ത് നട്ടിട്ടുണ്ട്. ഞാനൊരു എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ട് ഞാനൊരു നിലത്ത് നട്ടേക്കുന്നത് നല്ല രസമായിട്ട് നല്ല ബോൾ ഷേപ്പിലൊക്കെ വെട്ടി നിർത്തിയേക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. ഇത് മാറ്റി നടാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് 2 3 ഒക്കെ ആക്കി നടാവുന്നതാണ്. എന്തായാലും 2 പ്ലാന്റുകൾ മിനിമം ഉണ്ടാവും മാറ്റി നടാൻ പറ്റുന്നത്. ഇതിലിപ്പോൾ 3 എണ്ണം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല 3 എണ്ണം ഉണ്ടാവുമെന്ന്. ഇതിൽ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 2 3 എണ്ണം ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പോട്ടിലേക്ക് വേണമെന്ന് നിശ്ചയിച്ച് മാറ്റി നടാം കേട്ടോ. ഇത് നമ്മുടെ മൂൺഷൈൻ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല പ്ലാന്റുകളാണ് സ്റ്റോക്കിൽ വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇത് ഫിലാഡൻഡ്രോൺ വെറൈറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇത് ഫിലാഡൻഡ്രോൺ തന്നെ ബ്ലാക്ക് കാർഡിനലും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നോക്കിയേ എന്ത് രസമാണ് കാണാനായിട്ടല്ല. അപ്പോൾ 2 താല്പര്യമുള്ളവർ 2 മേടിച്ചോളൂ. ഒരെണ്ണം വേണമെങ്കിൽ അങ്ങനെ മേടിച്ചോളൂ കേട്ടോ. നല്ല വിരിഞ്ഞ ഇലയായിട്ട് ആണല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റിക്കൊക്കെ കൊടുത്ത് ഈ ഏരിയൽ റൂട്ടൊക്കെ സ്റ്റിക്ക് മേട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ഇലയായിട്ട് വന്നോളൂ. ഓരോ ഇല കഴിയുന്തോറും വലിപ്പം വെച്ച് വരും കേട്ടോ. പിന്നെ നമുക്ക് ജെയ്ഡ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ജെയ്ഡ് മണ്ണിലാണ് പ്ലാന്റ് വന്നേക്കുന്നത് കേട്ടോ. നമ്മൾ ഇത് കാണിച്ചതും മണ്ണിലാണ് വന്നേക്കുന്നത്. ഇക്സോറ മണ്ണിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ മണ്ണ് മാറ്റിയിട്ടായിരിക്കും വിടുക കേട്ടോ. കുറച്ച് മണ്ണ് മാറ്റിയിട്ടായിരിക്കും. ഉള്ളിൽ പോട്ടുള്ളത് കൊണ്ട് ഒരു പ്രശ്നവും വരില്ല കേട്ടോ. ഇക്സോറ ട്രയാങ്കുലർ ഫൈക്കസ് ജെയ്ഡ് മണ്ണിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതും മണ്ണിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് നല്ല സേഫായിട്ടായിരിക്കും വിടുക കേട്ടോ. നല്ല തിക്ക നല്ല വെയിറ്റാണ്. ഇത് തന്നെ ഉണ്ട് നല്ലൊരു 3 കിലോയുടെ അടുത്തുണ്ട് വെയിറ്റ്. അതുപോലെയുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സുകൾ കുറേ പ്ലാന്റ്സുകൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഇതിൻ്റെയൊക്കെ പെഡിലാന്തസിന് ഹാങ്ങിങ്ങിൻ്റെയൊക്കെ വെറൈറ്റി വേരിഗേറ്റഡൊക്കെ സ്റ്റോക്കിലുണ്ട്. അതൊക്കെ കാറ്റലോഗിൽ കൊടുത്തേക്കാം. ഞാൻ കുറച്ച് പ്ലാന്റ്സുകൾ കണ്ടത് വേഗം കൊണ്ട് എടുത്ത് വെച്ച് വീഡിയോ ചെയ്യുന്നതാണ്. ബാക്കിയൊക്കെ കാറ്റലോഗിലുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി എന്തെങ്കിലും ആദ്യമായിട്ടൊക്കെ വാങ്ങിക്കുന്നവരോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. ഒരു പ്രശ്നവുമില്ല. പിന്നെ മെസ്സേജ് ഇട്ടോളൂ. പിന്നെ മെസ്സേജ് ഇടുമ്പോൾ അഡ്രസ്സും കൂടെ ഇട്ടോളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.